ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഹോളിഡേ അക്കോമഡേഷനിലെത്തി. ഇതാണ് എൻട്രൻസ്. ഇങ്ങ് കയറി കഴിയുമ്പോഴേ ഇവിടെ ഒരു ചെറിയ അടുക്കളയാണ്. അതിന് വാഷിംഗ് മെഷീനും ഒരു ചെറിയ ഫ്രിഡ്ജും അവനും കുക്കറും മൈക്രോവേവ് ഓവനും കെറ്റിലും ടോസ്റ്ററും ഒക്കെ ഉണ്ട്. പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ആവശ്യത്തിനുണ്ട്. ഉണ്ടോ? ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാനുള്ള പ്ലേറ്റ്സ്, മഗ്സ്, ചായപ്പൊടി, കാപ്പിപ്പൊടി. ഇതൊരു വിൻഡോയാണ് പുറത്തേക്കുള്ളത്. ഉണ്ടോ? ആൾക്കാരൊക്കെ പുറത്ത് നടന്നു പോകുന്നതാണ്. രാത്രിയായി. ഇത് ഗ്ലാസ്സസ്, വൈൻ ഗ്ലാസ്സസ് ഒക്കെ. ഇത് റൊട്ടി വെക്കാനുള്ള പെട്ടി. ഇത് കുഞ്ഞു പിള്ളേരൊക്കെ ആണെങ്കിൽ അവർക്കിരിക്കാനുള്ള ഹൈ ചെയറാണ്. ഇത് കോട്ട് പെഗ്, കോട്ടൊക്കെ തൂക്കാനുള്ള ഇതിൽ. സമയം ഇപ്പം 10:15 രാത്രി. ഇത് ഡൈനിങ് ടേബിൾ. നല്ല കനമുള്ളൊരു പലക ഉണ്ടാക്കിയ കേട്ടോ. ഉണ്ടോ? താടിയൊക്കെ വെട്ടി ചെത്തി ഉണ്ടാക്കിയൊക്കെ മതിക്കുന്നു. ഒരു ബെഞ്ചും 3-4 കസേര. ഇത് ലിവിങ് റൂം കം കിച്ചൺ ആണ്. ലിവിങ് ഡൈനിങ് കിച്ചൺ, ഓപ്പൺ പ്ലാൻ കിച്ചണാണ്. നല്ല ലൈറ്റൊക്കെ ഭംഗിയായിട്ടുണ്ട്. സോഫ ഇരുന്ന് വിശ്രമിക്കാനും പറ്റും. ചെറിയ TV ഉണ്ട്. പിന്നെ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ ഇത് ഇടനാഴിയാണ്. ഇടനാഴിയുടെ അപ്പുറവും ഇപ്പുറവുമാണ് റൂംസ്. ഇത് ടോയ്ലറ്റ്, ബാത്ത് ആൻഡ് ഷവർ. നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇത് മനു എടുത്തേക്കുന്ന റൂമാണ്. ഇതിനൊരു ചെറിയ TVയോ ഒക്കെ ഉണ്ട്. 2 പേർക്ക് കിടക്കാൻ സാധിക്കും. ഇത് 6 പേർക്ക് താമസിക്കാനുള്ള ഒരു അക്കോമഡേഷനാണ്. ഇത് മാളും എടുത്തേക്കുന്ന റൂം. ഒരു ചെറിയ ടേബിളുണ്ട്. ഇത് മാസ്റ്റർ ബെഡ്റൂം. ഇത് ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഒരു ഷവർ റൂമുണ്ട്, ടോയ്ലറ്റ്. ഇത് മൊത്തം തടി കൊണ്ടുണ്ടാക്കിയേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഭിത്തികളും അതുപോലെ മച്ചും ഫ്ലോറും എല്ലാം തടിയാണ്. അത് തടിയുടെ ആ നാച്ചുറൽ കളറാണ്. വണ്ടിയിൽ നിന്ന് സാധനമൊക്കെ എടുത്തുകൊണ്ട് വരുവാണേ. നമുക്കിവിടെ ഭക്ഷണം കഴിക്കാനും ഒക്കെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, വസ്ത്രവും കാര്യങ്ങളൊക്കെ. മാനും മാളും കൂടെ ഇറക്കി വെച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത് പുറവാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറയുകയോ ചായ കുടിക്കുകയോ ഒക്കെ ചെയ്യാം. ഫ്രണ്ടിലൂടെ റോഡാണ്. ഇത് നൈറ്റ് വേഷൻ ഉണ്ടോ? ഇത് നമ്മൾ വന്ന വണ്ടി. പിള്ളേർ വണ്ടിയിൽ നിന്ന് സാധനമൊക്കെ എടുക്കുവാണ്. നമ്മുടെ വസ്ത്രങ്ങളും
കാര്യങ്ങളും ഭക്ഷണം ഉണ്ടാക്കാനുള്ള സംഭവമൊക്കെ. ഇത് നെയ്ബേഴ്സ് എന്ന് പറയാം. ഇവിടെയൊക്കെ ഓരോ ഹോളിഡേ ഹോംസാണ്. ഇത് വലിയ കുഴപ്പമില്ലാതെ ബിൽറ്റ് ചെയ്തേക്കുന്ന ഒരെണ്ണമാണ്. ഇതിന് പിന്നെ ഈ അക്കോമഡേഷന് പറയുന്ന പേര് ഷാലെ എന്ന് പറയും അല്ലേ? ഷാലെ, ഷാലറ്റ് എന്നാണത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നമുക്ക് തോന്നുന്നത്. പക്ഷേ ഷാലെ എന്നാണ്. അത് ഫ്രഞ്ച്. ഇറ്റ്സ് എ ഫ്രഞ്ച് പേരാണെന്നാണ് മാളക്കുട്ടി പറയുന്നത്. മടുത്തു, ക്ഷീണമായി. നടന്നല്ലോ, വണ്ടി ഓടിച്ച് വന്ന് ഇടയ്ക്ക് ഞങ്ങളൊന്ന് ഇറങ്ങിയായിരുന്നു. ഇത് റാണി മാളക്കുട്ടി. ഹലോ മണിക്കൂട്ടൻ, എന്ത് ചെയ്യേ? മണിക്കൂട്ടൻ ഭയങ്കര ബിസിയിലാണ്. ഹലോ മണിക്കൂട്ട, ഏതാ? അതെ, ഒരെണ്ണം എടുക്കാമല്ലോ അപ്പം. ഇതല്ലേ? അയ്യോ, എന്താ മോനെ അത്? ഇവിടെ നമ്മൾ കൂടുതലും ഇംഗ്ലീഷ് ഫുഡായിരിക്കും ഉണ്ടാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യൻ ഫുഡില്ലേ, കേരള ഫുഡും കറിയും ഇതിനൊക്കെ ഒരു വല്ലാത്ത മണമാണ്. അതായത് അത് ഉണ്ടാക്കിയാണെങ്കിലുണ്ടല്ലോ, അത് ഈ മസാലയുടെയൊക്കെ മണമുണ്ടല്ലോ, അതൊക്കെ ഈ സോഫയിലോട്ടും ഇവിടുത്തെ കട്ടനിലോട്ടൊക്കെ പിടിച്ചിരിക്കും. പിന്നെ അത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇവർ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും എന്താണെന്നുള്ളത്. ഇറങ്ങിപ്പോകാത്ത മണം. അപ്പം ഇംഗ്ലീഷ് ഫുഡ്, റെഡിമെയ്ഡ് ഇംഗ്ലീഷ് ഫുഡ് കാര്യങ്ങൾ, അവനിൽ വെച്ചുണ്ടാക്കുന്നത്, ബർഗർ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു രൂക്ഷമായ ഒരു ഗന്ധമില്ല. അതുകൊണ്ട് ഈ ആഴ്ച മുഴുവൻ ഇനിയിപ്പോൾ കോഴിക്കറിയും ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ഞങ്ങൾ ഒരു അവിടെ നിന്ന് വന്നപ്പം ഒരു ലിവർ ഫ്രൈ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് നമ്മുടെ നാടൻ ഭക്ഷണമൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ. പക്ഷേങ്കിൽ വീട്ടിൽ നിന്ന് വന്നപ്പോൾ അവിടെ ഇരുന്ന് സ്വല്പം ഇതുണ്ട്, കരൾ ഫ്രൈ ചെയ്താൽ, ഇത് കരൾ ഫ്രൈ. ഇത് നാളത്തേക്ക് കഴിക്കാൻ പറ്റും. ഇത് റാണി ഞാനേ കഴിക്കുള്ളൂ കേട്ടോ, പിള്ളേരാരും കഴിക്കില്ല. അത് അതിൻ്റെ ഒരു കരളിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റില്ലേ, അത് പിള്ളേർക്ക് പിടിക്കില്ല. സാധനം എല്ലാം ഇറക്കി മാള് കതവ് പൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനി പോയി കിടന്നാൽ മതി. ഭക്ഷണമൊക്കെ വഴിച്ചിന്ന് കഴിച്ചതാണ്.